ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയതുപോലെ പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. തികയുന്നില്ലടോ, അത് പറഞ്ഞാൽ മതി. പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട്, തികയുന്ന. ഈ വഴുത് കേൾക്കാൻ വന്നിട്ട് ഈ ഉറൂസിന്റെ അവസാന ദിവസം, ഈ ആണ്ട് നേർച്ചയുടെ അവസാന ദിവസം നിങ്ങൾ സിറായിന്റെ വഴുത് കേൾക്കാൻ വന്നതാണോ? അല്ല. ഈ ഇരിക്കുന്നതിൽ 99% പേരും വന്നത് സമാധാനമില്ല, കച്ചവടം ഇല്ല, രോഗം, ബുദ്ധിമുട്ട്, പ്രയാസം. മഹാന്റെ ഉറൂസല്ലേ, വന്നിരുന്നാൽ ചിലപ്പം മാറിയാലോ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ഇതിനാ നമ്മൾ വന്നത്. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. എടോ, ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസമാധാനമാണ്. ഇത് പൈസ കൊടുത്താൽ കിട്ടൂ? കിട്ടത്തില്ല. ഇത് അള്ള തരണം. നിനക്ക് കിട്ടൂല, കടത്തിണ്ണയിൽ കിടക്കുന്നവന് ചിലപ്പോൾ അത് കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുഴിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല? ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും. 500 1000 കിട്ടും. രണ്ടുപേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും പുളിസെല്ലാം കൂടെ മേടിച്ചങ്ങോട്ട് അടിക്കും. എന്നിട്ട് ലവ് ബേഡ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണാച്ചിയും പെണ്ണുമ്പിള്ളയും കൂടെ വരും. ഏതെങ്കിലും ഒരു കടത്തിണ്ണ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണേ. അവർക്ക് കരണ്ട് ബില്ലില്ല, വാടകയില്ല, ടെൻഷനില്ല. കൊട്ടാരം കാണുമ്പോൾ അസൂയയില്ല, ഒന്നുമില്ലടോ. ഓൻ്റെ ആ ജീവിതം. നീയോ കോടീശ്വരനാ. നീ ഈ നാട്ടിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു കൊട്ടാരം പണിതിട്ട് AC റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. സമാധാനം ഉണ്ടോ? സമാധാനം ഉണ്ടോ? ഇല്ല. എന്തേ കാരണം? നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ. ഉസ്താദെ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം? കന്നിമൂലയ്ക്കല്ലടാ ചങ്ങാതി കുഴപ്പം. ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ? ഉസ്താദെ, വാതിൽ എങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ? കക്കൂസി ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ? അടുക്കള അങ്ങോട്ടാ നിൽക്കണം, പിന്നെ എങ്ങോട്ട് നിൽക്കണം? നിന്റെ നെഞ്ചത്തോട്ട് നിൽക്കണം. ആണ് ഇപ്പൊ വസ്വാസിൽ ഖന്നാസായി മാറിയിരിക്കും. അപ്പൊ എല്ലാത്തിനും കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കന്നിമൂലയൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. കന്നിമൂല കഴബാലയത്തിന് പോലും ഉണ്ടല്ലോ, അത് ഇല്ല. ഇത് മാത്രമല്ലടോ വിഷയം. ഇത് മാത്രമല്ല വിഷയം. നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക്. അള്ളാഹു എന്നിട്ട് പരിഹരിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ അടിസ്ഥാന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു. വേദനയുടെ ഗുളിക കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും, അത്രയേ ഉള്ളൂ. പിന്നെയും വരും. എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറൂ. ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിലിൽ ചേർന്ന് കിടക്കുന്നു. പക്ഷെ കണ്ടാ കീരിയും പാമ്പിനെ പോലെ, സ്നേഹമില്ല, അടി. പടച്ചവനെ, ദേശീയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാ. എന്നാ വിളിക്കണമെന്നറിയോ? കബറി കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല. അങ്ങനത്തെ പടച്ചവന് കേസ് കൊടുക്കും. അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും, എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ വരെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അടിച്ചേക്ക് ആ മനുഷ്യൻ നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അദ്ദേഹം വരെ പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുന്ന കാര്യം ഇതാ. എന്നാ ഉമ്മ ചോദിക്കും, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ. ഉമ്മ തന്നെ ചോദിക്കുന്ന, എടാ നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ തല്ലുന്ന എന്തിനാടാ? എടോ, നമുക്ക് പൈസ ഉണ്ട്, തിന്നാ വയറ് നിറയുന്നുണ്ടോ? മട്ടൻ മന്തി തിന്നിട്ടും നിറയുന്നില്ല. എടാ, കേറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറക്കമില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? അല്ല പറഞ്ഞു, ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം. അല്ല തരൂല. നിന്റെ ദുനിയാവ് അല്ലാഹു ഞെരുക്കമാക്കും, ഇടുക്കിക്കളയും. നിന്നെ സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. കാരണം നീ അള്ളാന്റെ കലാമിനെ കളിയാക്കിയവനാ. റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിർത്താറായ? 10 മണിയായി. നിർത്താറായ? പിന്നെ ഇതിനെ വാച്ച് പൊക്കി നോക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10:30 നിർത്തും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ ഇപ്പൊ? ഇരുന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ചിലർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇരുന്നോട്ടെ.
ഇൻഷാ അല്ലാ. പോ ഈ ഫാൻ പോകേണ്ടവരൊക്കെ പൊക്കോളിയും കേട്ടോ. അത്യാവശ്യമുള്ളവരൊക്കെ പൊക്കോളി. ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റും. അസ്രായേൽ വരുമ്പോ എവിടെ പോവാനാ? വയലിന്റെ സദസ്സിൽ നിന്ന് ഓഫാക്കിരുമോ ഈ സാധനം അങ്ങ് മാറ്റിക്കും. വയലിന്റെ സദസ്സിൽ നിന്നല്ലേ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുക? അസ്രായേൽ വരുമ്പോ ഓടുവോ? ലൗലാ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇത് മാറ്റടാ ചങ്ങാതി ഈ പീഠം. കൈയാണെങ്കിൽ എനിക്ക് പൊക്കാൻ പറ്റുന്നുണ്ട്, ചെറിയൊരു വേദന. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമയിദിനിൽ മസാഖ്. അല്ലാഹു പറയാ, മലക്കുകൾ പറയും, സിറാജെ കൊണ്ടുപോകാൻ വന്നതാ, ഓടണമെങ്കിൽ ഓട്, ഓടടാ, ചാടണമെങ്കിൽ ചാട്, രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെ വിളിയടാ. അപ്പൊ ഇവിടെ നിന്നല്ലേ പോകാൻ പറ്റൂ, പൊക്കോളിൻ. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയാൻ നല്ല മനസ്സോട് ഇരുന്നാൽ മാത്രം മതി. 5 പേരെങ്കിലും 5 പേര് ഇഖ്ലാസോടുകൂടി അവസാനം വരെ ഇരിക്കുന്ന 5 പേര് മതി. ആ 5 പേരുടെ ആമീന നമുക്ക് പ്രയോജനം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വയല് കേൾക്കണമെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കിയാൽ പോരെ. പക്ഷെ ദ്വായാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വീടിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. പൈസ ചെലവില്ലാതെ പരിഹരിച്ചാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു പൈസയുടെയും ചെലവില്ല ഉസ്താദ്, മന്ത്രമൊന്നും വേണ്ട, ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. നമ്മുടെ വീടിൻ്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ കാരണം ഒരു കണ്ണുനീരാ. നമ്മുടെ വീടിനകത്തിരുന്ന ഒരാൾ കരയുന്നുണ്ട്, ആ കണ്ണുനീര് നിന്റെ വീട് നശിപ്പിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ നമ്മുടെ വീട്ടിലിരുന്ന് കരയുന്നത്? 5 സ്ഥലങ്ങളിൽ 5 കാര്യങ്ങളിരുന്ന് കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1, ഈ പുറക്കാട് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. നിങ്ങളുടെ നാട്ടിലെ മസ്ജിദിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞ ഈ മഹല്ലുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. കൊറോണയുടെ സമയത്ത് അറിഞ്ഞില്ലേ നമ്മളൊക്കെ അല്ലേ? കിറ്റും കാത്തിരുന്നില്ല, നിസ്കരിക്കാൻ ആളില്ല. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആള്. പാവപ്പെട്ട ഉസ്താദന്മാരുടെ കഞ്ഞിയിൽ വരെ പാറ്റയിട്ടതായിരുന്നു അന്ന്. ശമ്പളം പകുതി ഒക്കെ ഉസ്താദ വീട്ടിൽ. എടോ, നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, പരിശുദ്ധമായ ഖുർആൻ നിന്റെ വീടിനകത്തിരിക്കുന്നുണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ ആ വീട്ടുകാരി എടുത്തു പാരായണം ചെയ്യുന്നില്ലെങ്കിൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞ നിന്റെ വീടിന്റെ സർവ്വതും തകർന്നു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓതാറുണ്ടോ ഖുർആൻ? ഇന്നത്തെ ദിവസം ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. ഇന്ന് കഹ്ഫ് ഓതേണ്ട ദിവസമായിരുന്നില്ല നിങ്ങളെ? സാധാരണ ദിവസമല്ലടോ, ഇന്ന് വെള്ളിയാഴ്ച. കഹ്ഫ് ഓതേണ്ട ദിവസം. പാപ്പായി ഉമ്മാക്കൊക്കെ യാസീൻ ഓതേണ്ട ദിവസം. സുബ്ഹാനല്ലാഹ്. പത്രം എടുക്കാൻ മറന്നു. മൊബൈൽ, അയ്യോ, കുഞ്ഞിനെ താഴെ ഇട്ടാലും മൊബൈൽ താഴെ ഇടത്തില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കട്ടെ, ഈ റോഡിലൂടെ പണ്ട് ആരും കയ്യിൽ മൊബൈൽ പിടിച്ചോണ്ട് നടക്കില്ല. ഇന്ന് മൊബൈൽ എങ്ങനെ കുഞ്ഞുങ്ങളെ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ നടക്കണേ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര വഴക്ക്. ഇനി ജീവിക്കത്തില്ല ഉസ്താദ്, വേണ്ട. അപ്പൊ ഭാര്യ പറയുകയാ, എന്റെ ഭർത്താവിന്റെ ഫോണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ചോദിച്ചു എന്തേന്ന്? കക്കൂസി പോകുമ്പോഴും അതും കൊണ്ടാ പോണ, അത്രയ്ക്ക് സ്നേഹമാണെന്ന്. ചിരിക്കൊന്നും വേണ്ട. സൗത്ത് ഇന്ത്യൻ ബാങ്കിലോ അല്ലെങ്കിൽ SBI പോലും ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നിന്റെ മൊബൈലിൽ. ഇവിടത്തെ വലിയ വലിയ ബാങ്കുകളുടെ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക. കേറണമെങ്കിൽ ഒരു ലോക്ക്, ഗാലറി കയറണമെങ്കിൽ അടുത്തത്, വാട്സപ്പിൽ കയറണമെങ്കിൽ അടുത്തത്. എന്റെ റബ്ബേ, സെൻട്രൽ ലോക്ക്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടോ സഹോദര, വീടിനകത്തിരുന്ന് ഖുർആൻ കരയുകയാ. അള്ളാന്റെ ഖുർആനിന്റെ ശാപം കിട്ടിയാൽ നീയൊക്കെ രക്ഷപ്പെടുവോ? ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ശാപം കിട്ടിയാലേ രക്ഷപ്പെടത്തില്ല. പിന്നെ ഉസ്താദന്മാര്, പിന്നെ തങ്ങന്മാര്. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ ശാപം കിട്ടിയ നിന്റെയൊക്കെ വീട് കത്തിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എടോ, ഖുർആൻ എടുത്തു വെച്ച് ഓതണം. അലമാരിക്കകത്ത് നിരത്തി വെച്ചിരിക്കുക. സൗദി ഉംറയ്ക്ക് പോയപ്പോ കൊണ്ടുവന്ന ഉസ്താദ്. എന്തിനാ കൊണ്ടുവന്നത്? ശാപം വാങ്ങാനോ?
ഇവിടെ ഖുർആൻ ഉണ്ടെങ്കിൽ അത് നീ തുറന്നേ പറ്റൂ. അതെടുത്തു വെച്ച് നീ പാരായണം ചെയ്യും. ഉസ്താദെ ഖുർആൻ ഓതും, പക്ഷെ കൈകൊണ്ട് തൊടൂല്ല. മൊബൈൽ മൊത്തം ഖുർആൻ ഇപ്പൊ മൊബൈലില്ല. എടാ ചങ്ങാതി, മൊബൈലിൽ ഖുർആൻ ഓതേണ്ട ചില സമയങ്ങളുണ്ട്. എടാ ഖുർആൻ എടുത്തു വെച്ച് ഓതുന്ന പ്രതിഫലം മൊബൈലിൽ ഓതിയ കിട്ടുമോ? കാണാതെ ഓതിയ കിട്ടും. കണ്ടോതുന്നതിനാണോ പ്രതിഫലം കൂടുതൽ, കാണാതെ ഓതുന്നതിനാണോ? എന്നിട്ട് എന്റെ തിരിയാത്ത അല്ല ഈമാൻ തരുമാറാകട്ടെ. ബഹുമാനിക്കുന്നവൻ, നമുക്ക് ഖുർആനിനോട് ബഹുമാനമില്ല. അള്ളാന്റെ ഖുർആനിനെ നമ്മൾ ബഹുമാനിക്കണം. അത് ബഹുമാനിക്കണം. നീ അതിനെ ഒളിവില്ലാതെ തുടരുത്. കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഓതാൻ. അത് ഓതുന്നതിന്റെ ഇടയിൽ നീ സംസാരിക്കരുത്. ഒളിവില്ല ആർക്കും. ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ പോകുമ്പോൾ പറയും, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട്, ഉസ്താദ് ഭയങ്കര പ്രശ്നമാണ് ഉസ്താദ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, എനിക്ക് വഴുതു പറയാനേ അറിയത്തുള്ളൂ, മന്ത്രവാദമൊന്നും ഇല്ല, എന്തെങ്കിലും പറഞ്ഞതാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ, ഇവർക്ക് ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ തിരിയണില്ല. ഞാൻ പറഞ്ഞു, ഖുർആൻ എടുത്തു തരാൻ. അപ്പൊ എൻ്റെ അടുത്ത് നിൽക്കണ അദ്ദേഹത്തിന് ഒന്നുമില്ല. ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ഒന്നുമില്ല. മോനെ ഇങ്ങെടുത്തോണ്ട് ഓടാന്ന് പറഞ്ഞു. നമ്മളെല്ലാരും ചെയ്യുന്നു. കുട്ടികൾക്ക് ഒളിവില്ലാതെ ഖുർആൻ എടുക്കാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടുത്തൂടെ? നിങ്ങളെന്താ എടുത്തൂടെ? കുട്ടികൾക്ക് ഖുർആൻ എടുത്തൂടെ ഒളിവില്ലാതെ? എപ്പോ? എപ്പോ? ഇപ്പൊ എന്തിനാ എടുത്തേ? എടോ, കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ലാതെ ഖുർആൻ എടുക്കാം. ഇപ്പൊ എടുത്ത് എന്തിനാ? ഉസ്താദിന്റെ കൈ തരാൻ. ഉമ്മായിക്ക് ഒന്നുമില്ല, വാപ്പായിക്ക് എടുറാ, നീ എടുത്ത കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, കാലം നീട്ടി ഇങ്ങനെ അലമങ്ങനെ പെത്തി ചാരി ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് ഓതല. കിബിലയുടെ നേരെ ഇരുന്നല്ലേ ഖുർആൻ ഓതണ്ടേ? ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ, ഹലോ ആയിഷ, പിന്നെ സുഖല്ലേടി? ഇൻഷാ അല്ലാഹ് ഞാൻ ഓതിക്കൊണ്ടിരിക്കുക. വീണ്ടും ഖുർആൻ. നീ എന്തോ ഓതുന്നത്? ഇതിലും ഭേദം ഓതാതിരിക്കില്ല. ചിലര് നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകുന്ന പറഞ്ഞ പോലെ ചിലത് ഓതിയിട്ട് നരകത്തിൽ പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത വീട് പിന്നെ ശവപ്പറമ്പ. അള്ളാന്റെ കലാമ് ഏത് വീട്ടിലില്ലോ പിന്നെ അത് വീടെന്ന് പറയരുത്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഖുർആൻ ഉണ്ട്. ആ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഒന്ന് തുറന്നിട്ടൊരു ഉമ്മയെങ്കിലും വെക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, ഇവിടിട്ട് അനുഭവിക്കും. എന്തേ ഉസ്താദെ? സമാധാനമില്ല, രോഗം, കടം, പ്രയാസം, ദുഃഖം. എന്നാ ഉസ്താദെ ഒന്ന് സന്തോഷത്തോടെ ഒന്ന് ഉറങ്ങാ? നിന്നെ അള്ള വിടുവോ? നിന്നെ അള്ള വെറുതെ വിടുവോ? ഇല്ലടാ ചങ്ങാതി. അള്ളാഹു പറയുകയാ, ഞെരുക്കോ അല്ലാഹു, നിന്നെ ഇടുക്കമാക്കും. നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല, സുഖിക്കാൻ വിടൂല അള്ളാഹു പറയുകയാണ്. ദുനിയാവ് മാത്രമല്ല, ദുനിയാവില് മാത്രമല്ല, നിന്റെ ആഖിറവും അള്ളാഹു നഷ്ടപ്പെടുത്തുകയാ. നിന്റെ ആഖിറവും അള്ളാഹു ഞെരുക്കമാക്കുകയാണ്. പുറക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു معيشة ضنكا ونحشره يوم القيامة أعمى. അല്ലാഹുവേ, ഖബറിനകത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലർ അല്ലാഹുവിനോട് ചോദിക്കുന്നു, എന്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ റബ്ബേ, എന്റെ ചെവി കേൾക്കുമായിരുന്നല്ലോ റബ്ബേ, എനിക്കൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ റബ്ബേ. പക്ഷേ ഇന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ എന്റെ കണ്ണ് കാണുന്നില്ല അല്ലാ, എന്റെ ചെവി കേൾക്കുന്നില്ല അല്ലാ. എന്തു പറ്റി പടച്ചവനെ? അല്ലാഹു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ.
ദുനിയാവിൽ ജീവിക്കുമ്പോ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതി തന്നപ്പോ നീ പൊട്ടം കളിച്ചവനല്ലേടാ, നീ അഭിനയിച്ചവനല്ലേടാ, കണ്ണ് കാണാത്തവനെ പോലെ നടന്നവനല്ലേടാ. പാവങ്ങൾക്കും പള്ളികൾക്കും എത്തീങ്കാനകൾക്കും കോളേജുകൾക്കും നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞപ്പോ നീ പൊട്ടം കളിച്ചില്ലേ, കാണാത്തവനെ പോലെ നടന്നില്ലേ, നീ കളിയാക്കിയില്ലേടാ. അതുകൊണ്ട് നിന്നെയും ഇന്ന് ഞാൻ അങ്ങനെ ആക്കിയിരിക്കുകയാ. നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറവും പോയി. ഖസ്റത്ത് ദുനിയാ വൽ ആഖിറ. അല്ലാഹു നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഈ ദുനിയാവും നഷ്ടപ്പെടുത്തി ആഖിറവും നഷ്ടപ്പെടുത്തി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ നിനക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഭയപ്പെടണം, നിസാരമല്ല. ഭയപ്പെടണം, നിസാരമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കളിക്കാനുള്ളതല്ല, അത് വെറുതെ കളിക്കാനുള്ളതല്ല. അതിനെ നീ ആദരിക്ക്, അതിനെ നീ ബഹുമാനിക്ക്, അതിനെ നിന്റെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെക്ക്. എങ്കിലാ ഖുർആൻ നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. സംഘാടകർ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എന്തേ പ്രതിഫലം? എടോ, ബക്കറ്റിൽ പൈസ ഇട്ട സംഘാടകർക്ക് വലിയ സന്തോഷമില്ല, അവർക്കല്ല നേട്ടം. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഈ ബക്കറ്റിന്റെ അകത്തിടുന്നത് കൊണ്ട് നേട്ടം കമ്മറ്റിക്കാർക്കല്ലടോ, നിനക്കാണ് നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബക്കറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമ്പോ പടച്ചോനെ നമുക്ക് വലിയ മടിയാ. എല്ലാവർക്കും അറിയാം സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന്, പക്ഷേ തിരിഞ്ഞിട്ടില്ല ഇതുവരെ. വയല് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ ബൈക്കിന്റെ മുമ്പിൽ ഒരു പട്ടി കുറുക്ക് ചാടി ഇതാ കിടക്കുന്നു, എല്ലാം കഴിഞ്ഞു. വീട്ടിൽ ചെന്ന് ബാത്റൂമിനകത്ത് കയറിയപ്പോ കാല് തെറ്റി താഴെ വീണു. അതോ അടക്കണ തല പോയി അടിച്ചു. പൊക്കിയെടുത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, ഇത്തിരി സീരിയസാ, ഐസിയുവിനകത്ത് കയറ്റണം, 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാം. നാളെ പുറക്കാട് പള്ളിയിലുണ്ട് സുബഹിക്ക്, ഇന്ന് വരെ വരാത്തവൻ, ഇന്ന് വരെ പള്ളി വരാത്തവൻ നാളെ സുബഹിക്ക് പള്ളിയിൽ ഇമാമിന്റെ റൂമിന്റെ മുന്നിൽ, ഉസ്താദേ വാപ്പ ഐസിയുവിനകത്ത് കിടക്കുകയാ, വലിയ പ്രശ്നമാ, ദുആ ചെയ്യണം, കൈമടക്ക് പിടിച്ചോ. ഉസ്താദിന്റെ കയ്യിൽ ഒരു സദഖ കൊടുത്തിട്ട് പറയാ ദുആ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഓടി വരും മക്കാമി കൊണ്ടുവന്നിട്ട്, പടച്ചവനെ ഞാൻ തേങ്ങ വെച്ചേക്കാം, അല്ലാഹുവേ ഇവിടെ നട്ടേക്കാം മഞ്ചിപ്പെട്ടി പൈസ. അപ്പൊ നിനക്കറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്, അറിയാഞ്ഞിട്ടല്ലല്ലോ നിനക്കൊന്നും. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം സദഖ കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. എന്തിനാ കാക്ക ബൈക്കിന് പട്ടിയാടാൻ കാത്തിരിക്കുന്നത്, ബാത്റൂമിൽ വീഴാൻ കാത്തിരിക്കുന്ന എന്തിനാ? ഈ ബക്കറ്റിന്റെ അകത്തിട്ട വീഴാതെ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മുഴം മുമ്പേ അറിയടോ, നബിതങ്ങളല്ലേ പറഞ്ഞത് സദഖ കൊടുക്ക്, വിപത്തുകളെ സദഖ തട്ടിമാറ്റും. സദഖ വിപത്തുകളെ തട്ടിമാറ്റും. അത് മാത്രമല്ലല്ലോ, നബിതങ്ങൾ പറഞ്ഞു അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്നാൽ അവര് സദഖ കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കിഡ്നി രണ്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം, അറിയത്തില്ല. ചിലപ്പോൾ താഴെ വീഴുമ്പോഴായിരിക്കും അറിയണത് രണ്ടും പോയെന്ന്. കരള് പ്രവർത്തിക്കുന്നുണ്ടോ, ശരീരത്തിൽ എവിടെയെങ്കിലും മുഴയുണ്ടോ, ക്യാൻസർ ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, അറിയില്ല. അത് എപ്പോഴെങ്കിലും വന്നൊന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയണത്. അതുകൊണ്ട് മക്കളെ രക്ഷപ്പെടണോ, ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഇവിടെ അള്ളാഹിനോട് പറ, പടച്ചവനെ മാരകമായ ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ഒരു പനിയാക്കി അങ്ങ് മാറ്റി രക്ഷപ്പെടുത്തണേ അല്ലാ, ഒരു നല്ല സദഖ. ആരാപ്പാ, ആരാ എന്റെ പേരെന്തോ? നിസാമക്കായ്ക്ക് സ്വർഗത്തിൽ പോണോ? ഈ ബക്കറ്റ് കൊണ്ടുപോയി ഓരോ മനുഷ്യന്റെ മുന്നിൽ നിൽക്കണം. കാരണം നിങ്ങൾക്ക് വീട് കെട്ടാനല്ല, സമാധാനത്തിൽ പിരിച്ചാൽ മതി, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ടോ, മസിൽ പിടിച്ചിരിക്കണ്ട. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. നിസാറാക്കാവും നിന്ന് മലക്കുകൾ നിസാറാക്കാവും നിൽക്കും. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്.
ഈ നിസാർ സാഹിബ് നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇട്ടാ മലക്ക് ദുആ ചെയ്യും, അല്ലാ നീ കൊടുത്തതിലൊരു പങ്ക് ഇവൻ കൊടുത്തു, പടച്ചവനെ ഇവന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ രക്ഷപ്പെട്ടു, നിനക്ക് ബമ്പർ അടിച്ചു, നീ രക്ഷപ്പെട്ടു. നീ മസില് പിടിച്ചിരിക്ക, മലക്ക് പറയും പടച്ചവനെ പോക്കറ്റിൽ പൈസ ഉണ്ട്, ഇവൻ കൊടുക്കണില്ല അല്ലാ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീ അങ്ങ് പിടിച്ചു വെക്കണേന്ന്, നീ എത്തീങ്കാനലായി പോലെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അദ്ദേഹം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുക. അള്ളാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 അല്ലാഹു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും അല്ലാഹു ഞെരുക്കമാക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 10:15 10:30 നിർത്താമെന്ന് പറഞ്ഞു. ഇപ്പം ചവിട്ടിയ 10:30 തീരും. ഇപ്പം ചവിട്ടിയാലേ ട്രാൻസ്പോർട്ട് രസമല്ല, ഇവിടുന്ന് ചവിട്ടിയാലേ 10:30 നിർത്താൻ പറ്റൂ. വാക്കു പറഞ്ഞാൽ പാലിക്കണം, വാക്കു പാലിക്കാത്തത് മുനാഫിക്കിന്റെ അടയാളമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാക്ക് ലംഘിച്ചതിന്റെ പേരിലാണ്. അപ്പം ഞാൻ 10:30 നിർത്താന്ന് പറഞ്ഞാൽ 10:30 നിർത്തണം. 10:31 ആകണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? ഇരിക്കാം. പറയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ഇവിടെ പിരിവുണ്ട്. ഓ രക്ഷപ്പെട്ടേ നിങ്ങളൊക്കെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നല്ലേ. ശരി, ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ നിങ്ങൾ എല്ലാവരും അള്ളാഹുവിൻ്റെ ഖുർആൻ കൈകൊണ്ടെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് വരെയുള്ളതൊക്കെ പോട്ടെ, അള്ളാഹു പുറത്തിരുമാറാകട്ടെ. പക്ഷെ ഇന്നു മുതൽ മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലത്തോളം അള്ളാഹുവിൻ്റെ ഖുർആൻ കൈകൊണ്ടെടുക്കണം. എല്ലാ ദിവസവും ഒരു സൂറത്തെങ്കിലും ഒരു സൂറത്ത്. 114 അധ്യായങ്ങളുണ്ട് ഖുർആനിൽ. ഏറ്റവും വലിയ സൂറത്തുൽ ബഖറ 280-70 കണ്ടുണ്ട് ആയത്ത്. സൂറത്തുൽ കൗസർ 3 ആയത്ത്. ഏത് സൂറത്ത് ഓതണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷെ ഖുർആൻ നോക്കി ഓതണം. ഇന്നു മുതൽ ഖുർആൻ നിങ്ങൾ കൈകൊണ്ട്, ഇനിയിപ്പോൾ സൂറത്ത് ഓതാൻ മടിയാണെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഞാനൊരു ആയത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ഓതിയ കിട്ടുന്ന പ്രതിഫലം നിനക്ക് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരായത്ത് ഓതിയ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഇത്ര ശബ്ദമുള്ളില്ലേ? അള്ളാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആരാണോ ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നത്, അവർക്കും മരിക്കുമ്പോൾ ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ, ഓതുവോ? അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് വെറും ഇൻഷാ അല്ലാഹ് അല്ലല്ലോ, ഇത് വാക്കാണ്. ഇത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്താ? സ്വർഗം. സ്വർഗമല്ലാതെ നിനക്കൊരു പ്രതിഫലമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? ഏതായത്ത്? ഖുർആനിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഏതായത്ത്? ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ولا حفظهما وهو العلي العظيم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏതായത്ത്? ആയത്തുൽ കുർസി. നബി ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാ, ആയത്തുൽ കുർസി ആരാണോ പാരായണം ചെയ്യുന്നത് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ.
ഈ ആയത്ത് ഓതുന്നവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ, സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ആയത്ത് ഓതുക, മരിക്കുക, സ്വർഗത്തിൽ പോകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? എപ്പോഴാ ഓതണ്ടേ? ഈ ഉസ്താദ് കൊള്ളാടാ, ആദ്യമായിട്ടാ ഒരു വയല് കേൾക്കണത്. അപ്പൊ ഇനി നിസ്കരിക്കൊന്നും വേണ്ട, ഒറ്റ ആയത്തോതിയ സ്വർഗത്തിൽ പോകാമല്ലോ. ഞാൻ കൊള്ളാം അല്ലേ? നിന്നെ വിറ്റ കാശ് അള്ളാഹുണ്ട്. അള്ളാഹ് ആരെന്നറിയ? അള്ളാഹിക്ക് നമ്മളെക്കാൾ ഏറ്റവും വലിയ തന്ത്രശാലി അള്ളയാ. ഇതെപ്പോഴാ ഓതണ്ടെന്നറിയോ? 5 വഖത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്ന് ഓതണം. ഓസിന് കയറി പോകാൻ പറ്റുമോ? നീ വിചാരിച്ചോ ഊട്ടിയാണെന്ന്? അള്ളാഹു ചോദിക്കുന്നു, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം, കഷ്ടപ്പാടുണ്ട്. അള്ളാഹു ഈ ആയത്ത് ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇത് ഓതിയാ കിട്ടുന്നൊരു പ്രയോജനം. ഉസ്താദെ, വീട്ടിലെന്തോ പ്രശ്നമുണ്ട് ഉസ്താദെ, ശൈത്താന്റെ ശർറ ഉസ്താദെ, കൂടോത്രവും മുട്ടയൊക്കെ കുടിച്ചിട്ടിരിക്കുക ഉസ്താദെ. എടാ, ശൈത്താൻ ഇറക്കണമെങ്കിൽ മന്ത്രവാദം ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ വീടിനകത്ത് ഇറക്കി കൂടിയിരിക്കണ ശൈത്താനെ ഇറക്കി ഉടനെ മന്ത്രവാദം വേണോ? വേണ്ട, ഞാൻ പറഞ്ഞുതരാം. പൈസ ചിലവൊന്നുമില്ല, കൗൺസിലിംഗ് ഫീസൊന്നുമില്ല. ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നിങ്ങൾ വയല് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ പോകണം. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്നിട്ട് വീടിനകത്ത് കയറുമ്പോ ആയത്തിൽ കുറിച്ച് നിങ്ങൾ വീടിനകത്ത് വെച്ച് പാരായണം ചെയ്താൽ നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന ശൈത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും, എടാ മക്കളെ, ഇനി ഇവിടെ ഇരിക്കാൻ പറ്റൂല, വേറെ വീട് വല്ലതും നോക്കാം. നിങ്ങൾ ആരെങ്കിലും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ ഇബ്ലീസ് തന്നെ പറയും, ഈ വീട്ടിൽ ഇന്നിനി താമസിക്കാൻ പറ്റൂല, വേറെ ഏതെങ്കിലും വീട് നോക്കാൻ പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് ഇറങ്ങിപ്പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശൈത്താനെ ഇറക്കി വിടാനുള്ള മരുന്ന് കിട്ടിയില്ലേ? ഇതാരാ പറഞ്ഞ? ഞാൻ പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ രാത്രി കുറച്ച് സാധനത്തിന് കാവൽ നിൽക്കാൻ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ രാത്രി കാവൽ നിൽക്കുമ്പോൾ ഒരുത്തൻ തലയിൽ തുണി ഇട്ടിട്ട് ചാക്കിനകത്ത് മൂട്ടിക്കുക. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പിടിച്ചു, വാടാ, നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകുന്നു, നിന്നെ മോഷ്ടിക്കുന്നു, കള്ളൻ, വാടാ. അബൂ ഹുറൈറ, എന്റെ കുടുംബം പട്ടിണിയാ, അവരുടെ ദാരിദ്ര്യം അതുകൊണ്ട് വന്നതാ, എന്നെ കൊണ്ടുപോകരുത്, ഇനി മേലാ ഞാൻ ചെയ്യില്ല. അബൂ ഹുറൈറ തങ്ങൾ വെറുതെ വിട്ടു. നീ മേലാ, നീ മൂട്ടിക്കരുത്. 2ാമത്തെ ദിവസം ഇവ വന്നു. അന്നും മോഷണമാ, അപ്പോഴും പിടിച്ചു. ഇപ്പൊ പറഞ്ഞു, എന്റെ മക്കളുടെ നിലവിളി കണ്ടിട്ട് വന്നതാ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, എന്നെ വെറുതെ വിടണം. അന്നും വിട്ടു. 3ന്റെ അന്ന് വന്നു. അന്ന് അബൂ ഹുറൈറ തങ്ങൾ പൊക്കിയിട്ട് പറഞ്ഞു, ഇന്നൊരു പരിപാടി നടക്കൂല, നിന്നെ ഞാൻ കൊണ്ടുപോകും. നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞു, ഞാൻ നിനക്കൊരു ഇൽമു പറഞ്ഞു തരാം. അബൂ ഹുറൈറ തങ്ങളെന്ന് പറഞ്ഞാൽ ഇൽമിനോട് വലിയ മഹബത്തുള്ള സഹാബിയ. ഞാൻ നിനക്കൊരു അറിവ് പറഞ്ഞു തരാം. ഞാൻ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് നീ പാരായണം ചെയ്താൽ ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു അറിവ് പറഞ്ഞു കൊടുത്തു. വെറുതെ വിട്ടു. പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് അബൂ ഹുറൈറ തങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ നബി തങ്ങൾ ചോദിച്ചു, അബൂ ഹുറൈറ, കള്ളനെ വെറുതെ വിട്ടില്ലേ? നബി തങ്ങളെ, ഞാൻ 2 ദിവസം അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ 3ാമത്തെ ദിവസം കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചതാ. പക്ഷെ ഓൻ എനിക്കൊരു ഇൽമു പറഞ്ഞു തന്നു, എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു. ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു, ആയത്തുൽ കുർസി എനിക്ക് പറഞ്ഞു തന്നു. അത് ഓതിക്കഴിഞ്ഞാൽ ശൈത്താന്റെ ഷർറ് മാറും, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറും. എനിക്കവൻ ആയത്തുൽ കുർസി, എനിക്ക് ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു തന്നു. നബിതങ്ങൾ ചോദിച്ചു, അവൻ ആരെന്നറിയോ? നിനക്ക് ഈ ആയത്ത് പറഞ്ഞു തന്നവൻ, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു ഹദീസിൽ, അവൻ കള്ളനാണെങ്കിലും അവൻ പറഞ്ഞ സത്യവാ. നിനക്കറിയോ? നിനക്കതാ പറഞ്ഞു തന്ന ആരാണെന്ന് അറിയില്ല നബിയെ. അത് സാക്ഷാൽ ഇബ്ലീസ് ആയിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഓനെ പൂട്ടാനുള്ള പൂട്ട് ആര് തന്നെ പറഞ്ഞു തന്നു? അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ ഇബ്ലീസ് മക്കളെ വിളിച്ചിട്ട് പറയും, ജാവോ, പയക്കാം, ഇവിടെ പരിപാടിയൊന്നും ഇല്ല, പയക്കാം, ഇവിടെ ഒന്ന് നിൽക്കാൻ പറയും ഇബ്ലീസ്. ഇബ്ലീസ് പറയും, ഇന്നിവിടെ താമസിക്കാൻ പറ്റൂല, 1 മിനിറ്റ് നിൽക്ക്, കാന വല്ലതും ഉണ്ടോ നോക്കാം, തിന്നാൻ വല്ലതും കിട്ടുമോന്ന് നോക്കാം. നീയും പെണ്ണും പിള്ളയും കൂടെ ബിസ്മി പറയാതെ കയറിയിരുന്ന് തിന്നാ ശൈത്താൻ പറയും, കൂടിക്കോടാ, തിന്നോടാ. ബിസ്മി പറയാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, ഇന്നിവിടെ തീറ്റിയുണ്ട്, ഉറക്കമില്ല, കൂടിക്കോ, നിന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ കൂടെ വാലിച്ചു വാരി അതും തിന്നും.
പക്ഷേ ബിസ്മി പറഞ്ഞാൽ ഇബ്ലീസ് അപ്പം പറയും ഇന്ന് കാനായുമില്ല വീടുമില്ല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ആയത്തിൽ കുർസി ഓതിയ രണ്ടാമത്തെ പതിവിൽ എന്താ? ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുക തന്നെ വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂലേ? ഇൻഷാ അല്ലാഹ് ഒരൊറ്റ പ്രതിഫലം പറയാം. അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹ് പറയുകയാ, മരിക്കുകയാണെങ്കിൽ നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ. എവിടെ കടന്നു വേണമെങ്കിലും മരിച്ചോ, ഹൈവേയിലോ എവിടെ വേണമെങ്കിലും. നീ എവിടെ കടന്നാണ് മരിക്കുന്നതെങ്കിലും നീ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എവിടെ കടന്ന് മരിച്ചാലും നീ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ. ചുമ്മാതെ മരിച്ചാ പോരാ. ഓസിന് കിട്ടുന്ന കാര്യമല്ല ഈമാനുള്ള മരണം. ഉസ്താദേ, എന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചത് എന്ന് പറഞ്ഞാ നിനക്കൊരു ചുക്കും കിട്ടത്തില്ല. അത് ആദ്യം നീ പഠിക്ക്. പറഞ്ഞുകൊണ്ട് നടക്കും. ഉസ്താദേ, എന്റെ ഉമ്മ സംസം വെള്ളം കുടിച്ചു, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു, എന്റെ മടിയിൽ കിടന്നു മരിച്ചു. എന്റെ പൊന്നാമിന, നിനക്കൊന്നും കിട്ടത്തില്ല, നിന്റെ തള്ളയ്ക്ക് വല്ലതും കിട്ടും. ആദ്യം നീ അത് പഠിക്ക്. പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ, നീ മരിച്ചു കാണിക്കണോ. ഈമാനുള്ള മരണം വെറുതെ കിട്ടൂല. അങ്ങനെ വെറുതെ കിട്ടുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്യില്ലായിരുന്നു, റബ്ബേ മരിക്കുമ്പോ ഈമാനുള്ള മരണം എന്താണ്. യൂസുഫ് നബി റബ്ബിക അതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി തവഫനി മുസ്ലിമാ. യൂസുഫ് നബിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ദുആ ചെയ്യുമായിരുന്നില്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സുജൂദിൽ കിടന്നിട്ട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് മുത്തുനബിയും ദുആ ചെയ്യില്ലായിരുന്നു. അവർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. അവർക്ക് പോലും അവിടെ നിന്ന് രണ്ട് ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, മരിച്ചാ മുസ്ലിമായിട്ടേ മരിക്കാവൂ എന്ന് മക്കളോട് പ്രവാചകന്മാർ വസിയത്ത് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് സഹോദര, മരിച്ച ഈമാനോട് കൂടി മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മരിക്കൂലേ അങ്ങനെ? വെള്ളിയാഴ്ച മഗ്രിബിന് മുമ്പ് ഖബറിനകത്ത് പോയി കിടക്കണം. മരിച്ച വെള്ളിയാഴ്ച മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ ഒരു മരണം വെറുതെ കിട്ടുവോ? വെറുതെ കിട്ടുവോ? അങ്ങനെ കട്ടം പിടി വലിച്ചിടന്നാൽ കിട്ടുവോ? കിട്ടൂല. അത് വേണമെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. എന്ത് ചെയ്താൽ മതി? ഖുർആനിനെ മുറുകെ പിടിച്ചാൽ മതി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിനെ മുറുകെ പിടിച്ച നിനക്ക് അല്ലാഹ് നല്ല മരണം നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഇന്ന് മുതൽ എന്ത് സംഭവിച്ചാലും ഓതാൻ വിടില്ല നിങ്ങളെ ഇബ്ലീസ്. നിങ്ങൾ അള്ളാഹുവിന്റെ കലാം ഓതാൻ അവന് സമ്മതിക്കില്ല. അങ്ങനെ ഓതിയാലും ഖുർആൻ തൊടാൻ അവൻ നിന്നെ അനുവദിക്കില്ല. അവനെ പരാജയപ്പെടുത്തടോ. പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഒരായത്തല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഓതാൻ പറ്റിയില്ലെങ്കിൽ ആ ഖുർആനൊന്ന് തുറന്നു വെച്ച് നിനക്കൊന്ന് ചുംബിച്ചുകൂടെ? അതിനെ ഒന്ന് ബഹുമാനിച്ചുകൂടെ? നിങ്ങൾക്ക് അല്ലാഹു നല്ല മരണം തരും. ഇബ്ലീസിനെ സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്, വെറുതെ പറഞ്ഞതല്ല. അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുമല്ലോ. ഫകശഫിനാ അൻക ഗിത്വാഅക ഫബസറുക യൗമ ഹദീദ്. കണ്ണുകൊണ്ട് കാണുന്ന രംഗമുണ്ടല്ലോ. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. പെങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് റൂഹ് പിടിക്കുന്ന രംഗം ഭയാനകമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പറയും, ഉസ്താദ് പ്രസവത്തിന് മരണവേദനയാ. പെണ്ണുങ്ങൾ പറയുന്ന ഒരു വാക്കാ പ്രസവത്തിന് മരണവേദനയാണെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സത്യത്തിൽ പ്രസവത്തിന് മരണവേദന ഉണ്ടോ? ഉണ്ടോ? നമ്മളാരും പ്രസവിച്ചിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നു, പ്രസവത്തിന് മരണവേദനയില്ല. അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയും, സിറാജ് ഉസ്താദിനെ പ്രസവിക്കും, ഉമ്മാടുത്ത് പോയി ചോദിക്കാൻ ഇല്ലേ? എടോ, പ്രസവത്തിന് മരണവേദനയില്ല. കാരണം എന്തെന്നറിയോ? ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ എത്ര ഡോക്ടർ, ഒരു ഡോക്ടറും 3-4 നേഴ്സുമാരും ചുറ്റും നിൽക്കും.
അല്ലെങ്കിൽ 5 നേഴ്സുമാർ വരെ നിൽക്കും കയ്യും കാലും പിടിച്ചു കൊടുക്കാൻ, ഇത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഒരാളുടെ റൂഹ് പിടിക്കുമ്പോൾ പിടിക്കുന്ന മലക്കിന്റെ എണ്ണം 70 മുതൽ 70,000 വരെയാണ്. 70 മുതൽ 70,000 മലക്കുകൾ വരെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോൾ അവന്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്ന. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, പ്രസവത്തിന് മരണവേദന ഉണ്ടോ? ഇല്ല. 70,000 മലക്കുകൾ ഒരാളുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും? അപ്പൊ പ്രസവത്തിന് മരണവേദനയുടെ ഒരംശമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നരകത്തിന്റെ തീയുടെ 70-1 ദുനിയാവിലെ തീക്കുള്ളെന്ന് പറയണ പോലെ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ശൈത്താനിനോട് യുദ്ധം ചെയ്യും. നിങ്ങളൊക്കെ വാശിയല്ലാത്തിനും ഉസ്താദ് പറഞ്ഞ അപ്പുറം എല്ലാവർക്കും വാശിയും വൈരാഗ്യ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരു ചെറുപ്പം കണ്ടത്തെ സമയമുണ്ടോപ്പാ തേറി ഇരിക്കുവോ? അസർ നിസ്കാരം കഴിയുമ്പോൾ ഈ പള്ളിയുടെ മുമ്പിൽ ചില ഉപ്പാപ്പന്മാരിരിക്കത്തില്ലേ? ചില നല്ലവരും ഉണ്ട്, ചില ചവന്തിന്നികളും ഉണ്ട്, ഇറച്ചി തീറ്റി അല്ലേ. പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ഇറച്ചി തിന്നുന്ന ചിലതുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് വാപ്പാമാരിങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കുന്നുണ്ട്. അപ്പൊ അത് ആരടാ അവൻ? അബൂബക്കറുടെ മോനാക്കോ? അവൻ എന്താണ് ഈ പ്രായമുള്ളവർ പറയാ, അത് ആരുടെ മോനാടാ പള്ളിയുടെ മുമ്പിൽ നിന്ന് പരസ്യമായിട്ട് വീടി വലിക്കണത്? അത് ഇന്നവന്റെ മോനാ. അപ്പൊ ഇവരിങ്ങനെ ഇവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ വാപ്പാനെ കണ്ടപ്പോ ഈ കൂട്ടത്തിലുള്ള ഒരാള് പറഞ്ഞു, എടാ നിന്റെ മോൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് ആ പ്രായമുള്ള അത്താമാരുടെ മുമ്പിൽ നിന്ന് വീടി വലിക്കുന്നു, നീ അവനെ ഒന്ന് ഉപദേശിക്കണം, മാറിയൊക്കെ നിന്നൊന്ന് വലിക്കാൻ, നീ വാപ്പയല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കണ്ട ആള് ഈ കുട്ടിയുടെ വാപ്പാനോട് പറയുകയാ. അപ്പൊ വാപ്പ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ അവനെ കാണുമ്പോ പറ, എൻ്റെ മുന്നിൽ ഇരുന്ന് വീടി വലിക്കില്ലേ, അവൻ സ്വന്തം തന്തയുടെ മുമ്പിൽ ഇരുന്ന് വലിക്കുന്നവനാ. എടാ പൊന്നാര സിറാജൻ, നിന്നെക്കാളും കൊലകൊമ്പന്മാര് നോക്കിയിട്ട് ഞാൻ നന്നായിട്ടില്ല, ഇനി നീ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വാശിയല്ല, എല്ലാവർക്കും വാശി വേണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ, ചുമ്മാതെ ചിരിച്ചുകൊണ്ട് നടക്കരുത്. ചുമ്മാതെ ചിരിച്ചുകൊണ്ട് നടക്കരുത്. ഇൻഷാ അല്ലാഹ് ചിരിക്കുന്നവർക്ക്, കരയാനാ പറഞ്ഞത്, കരയുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മാസം ഇവിടെ വയലില്ലേ? ഇപ്പൊ എനിക്ക് ഈ അടുത്തിവിടെ ഒരു സംഘാടകർ വന്നായിരുന്നു. എവിടെയാണ്? ഇവിടെ അടുത്ത് എനിക്ക് വയലുണ്ട്. കരഞ്ഞാ കിട്ടുന്ന പ്രതിഫലം അവിടെ വയല് പറയും. സ്ഥലം ഏതാണെന്ന് അറിയില്ല, എവിടെയെങ്കിലും കണ്ടാൽ വന്ന് കേട്ടാൽ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. അല്ലാഹു ചിരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എപ്പോഴാ ചിരിക്കേണ്ടത്? ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ, ചുമ്മാതെ ചിരിക്കരുത്. ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. എപ്പോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാകിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, കവി എവിടെന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവർക്ക് റബ്ബ് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. നല്ല മരണമാണ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ മയ്യത്ത് കാണുന്നവർ കൊതിക്കും. ബാപ്പാ ഉമ്മമാരെ, നിന്റെയൊക്കെ മയ്യത്ത് കാണുന്ന ഈ നാട്ടിലെ പെണ്ണുങ്ങൾ കൊതിക്കും. പടച്ചവര്, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ തമ്പുരാന്, എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ തമ്പുരാന്. മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവർ പറയും, മരിച്ചാൽ ഇതുപോലെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. അതിനാടോ മരണമെന്ന് പറയുന്നത്, അതിനാണ് മനോഹരമായ മരണമെന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാ. 2, പുറക്കാട് പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ വന്നു. നിന്റെ
നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമല്ലോ, എല്ലാവരും നിന്നെ കുളിപ്പിക്കുമല്ലോ. ചെറിയ ചൂടുള്ള സുഗന്ധമിട്ട വെള്ളത്തിന്റെ അകത്ത് കുളിപ്പിച്ചിട്ട് നിന്റെ ജനാസ നിന്നതുപോലെ തുടച്ചു ഒന്ന് പഠിപ്പിച്ചു നിന്നെ തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന 3 കഷ്ടം വെള്ള തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലത്തിക്കിടത്തുമല്ലോ. അല്ലാഹുവേ, സുഗന്ധം തേച്ച പഞ്ഞിയെടുത്തിട്ട് മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ധാരത്തു പഞ്ഞി വെക്കുകയാ. കാണേണ്ടവരൊക്കെ കണ്ടോ, പൊതിയാൻ പോകുകയാണ്. കല്യാണ വീട്ടിലെ പോലെ വല്ലാത്ത തിരക്കാ. അതാ തിരക്ക് കൂടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു കണ്ടതൊക്കെ മതി പൊതിയാറ്. പടച്ചവനെ, പയ്യത്ത് കട്ടില് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. ജനാസ എടുത്തു വെക്കുമല്ലോ. ആരാടാ ചെറുപ്പക്കാരാ? വാപ്പാ, നിന്റെ മയ്യത്ത് കട്ടിലേക്ക് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് 6 പേര് ജനാസ കട്ടില് ചുമക്കുമല്ലോ. ആരാ വാപ്പാ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? കള്ള് കുടിക്കുന്നവനാണോ? വ്യഭിചരിക്കുന്നവനാണോ? ഹറാമ് തിന്നുന്നവനാണോ? പലിശ കച്ചവടം നടത്തുന്നവനാണോ? നിസ്കരിക്കാത്തവനാണോ? അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവനാണോ? യവനാ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത്? അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്തവനെ കൊണ്ട് നിന്റെ മയ്യത്ത് തൊടുക പോലും ചെയ്യിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ ചുമക്കുന്നതെന്നറിയുവോ? ഈ രാത്രി ഈ മക്കാമിന്റെ മുന്നിലിരുന്നു കൊണ്ട് മരിക്കുന്ന കാലം വരെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര്, അല്ലാഹുവിന്റെ കലാം ഓതുമെന്ന് തീരുമാനിച്ച പെങ്ങള്, നിനക്ക് കള്ളുകുടിയന്മാര് വേണ്ട, വ്യഭിചരിച്ച് നടക്കുന്നവന്മാര് വേണ്ട. പിന്നെ ആര് വരുമെന്നറിയോ? ആകാശത്ത് നിന്ന് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ 70,000 മലക്കുകളുണ്ടല്ലോ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരികയാ. നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരികയാ. പടച്ചവനെ, എന്തിനെന്നറിയോ? നിന്റെ ജനാസ ചുമക്കാ, നിന്റെ മയ്യത്ത് ചുമക്കാ. അല്ലാഹുവിന്റെ മലക്കുകളുടെ അകമ്പടിയോട് പടച്ചവരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ലടോ, സൗദി അറേബ്യയുടെ ഭരണാധികാരി വരില്ല. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമല്ലോ. ഇതിനെക്കാളും ഒരു പ്രതിഫലം ഏതു മനുഷ്യനാടോ ലഭിക്കുന്നത്? ഇതിനെക്കാളും എന്ത് പ്രതിഫലമാണ്? സിറാജ് വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. നിന്നെ പോലെ 40ഉം 50ഉം 60ഉം കൊല്ലമൊന്നും മുസ്ലിമായി ജീവിച്ചില്ല. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ, 6 വർഷമേ ജീവിച്ചുള്ളൂ. ജീവിച്ചതിന് അർത്ഥമുണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ. 6 കൊല്ലം ജീവിച്ച ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി മോനെ. ഒരു 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെട്ടപ്പോ ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും അവിടുന്ന് കുലുങ്ങിയെങ്കില് ആരാടാ സഅദ് റളിയല്ലാഹു തആല അൻഹു? മയ്യത്ത് കണ്ടവർ മുഴുവനും കൊതിക്കുകയാണ്. എന്തൊരു ചിരിയാ
സഅദ്, എന്തൊരു പ്രകാശമാ സഅദ്, എന്തൊരു മരണമാ സഅദ്, നീ ഉറങ്ങുകയാണോ സഅദ്? മയ്യത്ത് കണ്ടവർ മുഴുവനും അത്ഭുതത്തോടെ ചോദിക്കുകയാ, അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കുകയാണ്. അവിടുത്തെ ജനാസയുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ അവിടുന്ന് ചുമന്നുകൊണ്ട് പോകുമ്പോ സ്വഹാബികൾ പറയുകയാ, ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. സ്വഹാബികൾ ജനാസ ചുമന്നുകൊണ്ട് പോകുന്നവര് പറയുകയാണ്, മയ്യത്തിന് ഭാരമില്ലല്ലോ. സഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തികെട്ട് നടക്കുകയാണ്. സ്ഥലമില്ലാത്തതുപോലെ റസൂലുള്ളാഹി തങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല. തള്ളവിരൽ കുത്തികെട്ട് ലോകത്തിന്റെ നേതാവ് നടക്കുകയാ. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ലല്ലോ നബിയേ, അങ്ങ് തള്ളവിരൽ കുത്തികെട്ട് നടന്നല്ലോ, അങ്ങ് തള്ളവിരൽ കുത്തികെട്ട് നടക്കുന്നല്ലോ, എന്തു പറ്റി നബിയേ? യാ സ്വഹാബാ, എനിക്ക് സ്ഥലമില്ല സ്വഹാബാ, തിരക്കായിരുന്നു സ്വഹാബാ. കാരണമെന്തെന്നറിയോ? ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബാ. അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നത് കാരണം എനിക്ക് നടക്കാൻ സ്ഥലം കിട്ടിയില്ലോ. എന്റെ കാലിന്റെ വിരല് കുത്തുന്ന സ്ഥലമേ എനിക്ക് കിട്ടിയുള്ളൂ. ചെറുപ്പക്കാരാ, മോനെ, ഇതല്ലേടാ മരണമെന്ന് പറഞ്ഞാൽ, ഇതിനാണ് മോനെ മരണമെന്ന് പറയുന്നത്, ഇതിനാടാ നല്ല മരണമെന്ന് പറയുന്നത്. നിനക്ക് ചരിത്രം അറിയുമോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. പടച്ചവരെ, ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ അവസാന ഖബർ വൃത്തിയാകുകയാണ്. ഒരു പിടി മണ്ണ് വാരി സുഗന്ധമടിക്കുന്നത് കണ്ടപ്പോ ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. പടച്ചവനെ, ഖബറടക്കി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ കസ്തൂരിയെ പോലെ വല്ലാത്ത വാസനയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്തിന് മണ്ണുണ്ടല്ലോ, വല്ലാത്ത സുഗന്ധമടിക്കുകയാണ്. അവസാനമാ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെ കിട്ടി സഅദേ? നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ചുണ്ടിന് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ, മലക്കുകൾ പോലും ഇറങ്ങി വന്നല്ലോ, മയ്യത്തിന് ഭാരമില്ലായിരുന്നല്ലോ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ സഅദ്, എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ നിനക്ക് ഖബർ കുടിച്ചു തന്ന മനുഷ്യനാ, ഞാൻ നിനക്ക് ഖബർ കുടിച്ചു തന്നവനാ, ഒന്ന് പറഞ്ഞു തരുമോ? സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ ഓതിയ പരിശുദ്ധമായ ഖുർആൻ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഇതിനു പകരം അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുമെന്ന് തീരുമാനിച്ചവര്, നിനക്ക് ഇതിനേക്കാളും നല്ല ഒരു പ്രതിഫലമില്ലടാ. ഖുർആനിനെ ചേർത്ത് വെക്ക്. മദീനത്ത് ജന്നത്തുൽ ബഖി എന്ന ഖബർസാനിലേക്ക് കടന്നു ചെല്ലുമ്പോ അങ്ങ് നടന്നതിന്റെ മധ്യഭാഗത്ത് പോകുമ്പോ ഒരു ഖബർ കെട്ടിയിട്ടിരിക്കുന്നത് കാണാ. ആരുടെ ഖബർ എന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാടാ മോര്? തന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ടിട്ട് ഉസ്മാൻ തങ്ങളുടെ വീടിനകത്ത് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ അനുവദിക്കില്ല.
അനുവദിക്കുന്നില്ല. അവസാനം മരണമെടുത്തെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് പാരായണം ചെയ്യുകയാ. വീട് തീയിട്ട് മോനെ, വീടിന്റെ വാതിൽ തീയിട്ട് നശിപ്പിച്ചു. ശത്രുക്കൾ ഉസ്മാൻ തങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വന്നു. ഉസ്മാൻ തങ്ങളുടെ കയ്യിലേക്ക് അവിടുന്ന് വെട്ടുകയാണ്. അവിടുത്തെ കഴുത്തിലേക്ക് വെട്ടുമ്പോ ഉസ്മാൻ തങ്ങളുടെ കൈ കൊണ്ട് തടയുകയാ. മഹാനവറുകളുടെ കൈ അവിടുന്ന് വെട്ടിമുറിച്ചു. രണ്ടാമത് വെട്ടാൻ പോകുമ്പോ ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്നിട്ട് തടയുകയാ. മഹദിയുടെ രണ്ട് കൈയും വെട്ടിമുറിച്ച് താഴെയിട്ടു. മഹദി മരണത്തോട് മല്ലടിക്കുകയാ. ഉസ്മാൻ തങ്ങൾ എന്ത് ചെയ്യുകയാണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാ. ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതുകയാടാ. മഹാനവറുകളുടെ താടിയിൽ പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിലേക്ക് ശത്രുക്കൾ വാളുകൊണ്ട് വെട്ടി നുറുക്കുമ്പോ ഉസ്മാൻ തങ്ങൾ അപ്പോഴും ഖുർആൻ താഴെ വെച്ചില്ല. അള്ളാന്റെ ഖുർആൻ താഴെ ഇട്ടില്ലടാ ചെറുപ്പക്കാരാ. ആ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചു. ശത്രുക്കൾ ഉസ്മാൻ തങ്ങളെ വെട്ടുമ്പോ ഉസ്മാൻ തങ്ങൾ ഖുർആനിലേക്ക് നോക്കുകയാണ്. രക്തം ഇങ്ങനെ വീഴുന്നുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ വീഴുന്നുണ്ട്. ഏതായത്തിന്റെ മുകളിലാ വീണത്? ആ മരിക്കുന്ന സമയത്തും ഉസ്മാൻ തങ്ങൾ ഖുർആനിലേക്ക് നോക്കിയത് ഏതായത്തിന്റെ മുകളിലാ? ചിരിച്ചടാ ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങൾ എപ്പോഴും ചിരിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത് നല്ല മരണമാ. നീ പേടിക്കണ്ട. നിന്റെ ഭാര്യയില്ലെങ്കിലും നിന്റെ മക്കളില്ലെങ്കിലും കൂടപ്പറപ്പില്ലെങ്കിലും കുടുംബക്കാരില്ലെങ്കിലും കൂട്ടുകാരില്ലെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ നിന്റെ കൂടെയുണ്ടടാ. ആ ഖുർആൻ നാളെ നിന്നെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നിർത്തുകയാ. വാസിയുണ്ടോ? എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയോ? അന്തല്ലദീ വലദതു ഉമ്മുക ബഖിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا. ഉമ്മ എപ്പോഴും പറയും മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. ഉമ്മ പറയുന്നത് സത്യമാണ്, ഉമ്മ പറയുന്നത് സത്യമാണ്. എങ്കിലും 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് നിന്റെ പൊന്നു മകനെ നീ പ്രസവിച്ചു. നീ ഒരുപാട് കരഞ്ഞവളാ, ഒരുപാട് വേദനിച്ചവളാ. പക്ഷേ നീ പ്രസവിച്ച കുഞ്ഞിനെ ആദ്യമായിട്ട് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാണ് നിന്റെ മോനെന്ന് കാണിച്ചപ്പോ നീ ചിരിച്ചില്ലേ ഉമ്മ? ഏതു പെണ്ണും ചിരിച്ചു. തന്റെ കുഞ്ഞിനെ കണ്ടപ്പോ ഉമ്മ ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ നടക്കുകയാണ് പിതാവ്. കണ്ണ് നിറയുന്നുണ്ട്, വലിയ ടെൻഷനാണ്. അപ്പോഴാണ് കൊണ്ടുവന്ന് കാണിച്ചത് നിന്റെ മോളിതാണ്. വാപ്പയും ചിരിക്കുകയാ. നമ്മളെ കണ്ടവര് മുഴുവനും നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. പക്ഷേ ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ ഉമ്മ ചിരിച്ചു, വാപ്പ ചിരിച്ചു, കൂടപ്പറപ്പ് ചിരിച്ചു. എന്തിനാ ഇബ്ലീസ് പോലും നമ്മളെ നോവിച്ചിട്ട് കരയിപ്പിക്കുകയാ? നമ്മൾ കരയുന്നത് കണ്ടിട്ട് ഇബ്ലീസ് പോലും ചിരിച്ചല്ലോ. അതുകൊണ്ട് കവി പറയുകയാ, വധ്യതാ പ്രതികാരം ചെയ്യ്. എടാ, നിനക്ക് വാശിയുണ്ടെങ്കിൽ നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പ്രതികാരം ചെയ്യ്. ഉമ്മാനെ തല്ലിയിട്ടല്ല, ഉപ്പാനെ വൃദ്ധസദനത്തിലാക്കിയിട്ടല്ല, കൂടപ്പറപ്പുകളെ അടിച്ചിറക്കിയിട്ടല്ല. എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്? കവി പറയുകയാ, പുറക്കാട് പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ
മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. എപ്പോഴാണ് സിറാജ് ചിരിക്കേണ്ടതെന്നറിയോ? സിറാജ് ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാവൂ. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീടിന്റെ അകത്ത് എന്റെ ജനാസ പുതച്ച് കടത്തുമല്ലോ. നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോയി കടത്തുമല്ലോ. ആ റൂമിന്റെ മൂലയില് നമ്മുടെ വാപ്പ തളർന്നിരിക്കുമല്ലോ. കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി മിണ്ടാതെ നമ്മുടെ പിതാവ് ഒരു സൈഡിലിരിക്കുന്നുണ്ട്. നമ്മുടെ കൂടപ്പറപ്പുകൾ മുഴുവനും റൂമിനകത്ത് കിടന്ന് നിലവിളിക്കുകയാ. നമ്മുടെ ഭാര്യ കരയുന്നുണ്ട്, നമ്മുടെ മക്കള് കരയുന്നുണ്ട്, കാണാൻ വരുന്നവര് മുഴുവനും കരയുന്നുണ്ട്. അവസാനം അല്ലാഹുവേ, മയ്യത്ത് പുതിയ സമയമാകുമ്പോ വിളിച്ചു പറയുമല്ലോ, ഉമ്മാനെ ഒന്ന് കൊണ്ടുവരാൻ, അവസാനമായിട്ടൊന്ന് കാണാൻ, അവസാനമായിട്ടൊന്ന് കാണാൻ ഉമ്മയെ കൊണ്ടുവരാൻ പറയുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മ നമ്മുടെ മുറ്റം നമ്മുടെ മുമ്പിലേക്ക് വന്നു. നമ്മുടെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം സുറൂറാ. ഉമ്മാനോട് ചോദിക്കണം. ഉമ്മ നെഞ്ചുപൊട്ടി കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടപ്പറപ്പ് കരയുന്നുണ്ട്, ഒരു വീട് മുഴുവനും നിലവിളിയാണ്. എല്ലാവരും കരയുമ്പോ ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നെ. ഉമ്മ നെഞ്ചുപൊട്ടിയിട്ട് കരയുന്ന സമയം വെള്ളത്തുണിയുടെ അടിയിൽ കിടന്നിട്ട് ചോദിക്കണം, ഉമ്മ ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചു, ഞാൻ കരഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചു, ഇന്ന് നിങ്ങൾ എല്ലാരും കരയുമ്പോ എന്റെ മുഖത്തേക്കൊന്നു നോക്കുമ്മ. മയ്യത്ത് കാണാൻ വരുന്നവൻ പുറക്കാടുകാരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെക്കുറിച്ച് മോശമായത് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. എടാ, ധൈര്യമുണ്ടെങ്കിൽ മയ്യത്ത് കണ്ടിട്ടിറങ്ങി പോകുമ്പോ ഇന്ന് വരെ നിന്നെ കുറ്റം പറഞ്ഞവൻ പറയണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. എന്തൊരു വെളിച്ചമാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. നിന്റെ ഭാര്യ എപ്പോഴും പറയും നിനക്ക് സൗന്ദര്യമില്ലെന്ന്, നിങ്ങൾ എനിക്ക് ചേർന്നവനല്ല, എന്നെക്കാളും ഗ്ലാമർ നിങ്ങൾക്ക് കുറവാണെന്ന് എപ്പോഴും ഭാര്യ പറയുമല്ലോ. എന്നാ മരിച്ചു കിടക്കുന്ന നിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണു മരിക്കുന്ന കാലം വരെ പറയണം, എന്റെ ഭർത്താവിന്റെ മുഖത്ത് കണ്ട പ്രകാശമുണ്ടല്ലോ, എന്റെ ഇക്ക മരിച്ചു കിടന്നപ്പോ വല്ലാത്ത ഗ്ലാമറായിരുന്നു എന്ന് നിന്റെ ഭാര്യ മരിക്കുന്ന കാലം വരെ പറയണം. അങ്ങനെ പറയിപ്പിക്കണം. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ.